ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ വഴിയിൽ വെച്ച് നമ്മുടെ വേദ അച്ഛനെയും ചേട്ടനെയൊക്കെ കാണുകയാണ്. അപ്പോൾ അച്ഛനും ചേട്ടനും പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തന്നെ അവസാനിക്കും, അവന് ജയിലിൽ നിന്ന് തന്നെ പുറത്തിറക്കാം, അല്ലാതെ നീ നിൻ്റെ തീരുമാനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവൻ ഇനി അനുഭവിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ വേദയോട് അച്ഛനും ചേട്ടനും. അപ്പോൾ വേദ പറയുന്നുണ്ട്, നല്ലത് മാത്രം ചെയ്യാനാണ് എൻ്റെ അച്ഛനും ചേട്ടനും എന്നെ പഠിപ്പിച്ചത്. നിങ്ങളുടെയൊക്കെ മുഖവും നിങ്ങളുടെയൊക്കെ മനസ്സും ഇപ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് മടങ്ങി വരാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വരില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദയുടെ മനസ്സിലേക്ക് കമലത്തിൻ്റെ മുഖം ഓടി വരിക കേട്ടോ. തൊഴു കൈയോടെ നിന്നിട്ട് തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറയുന്ന കമലത്തിൻ്റെ ആ മുഖം വരുമ്പോൾ വേദ പറയും, നിങ്ങൾ വിചാരിക്കുന്ന ഒരു രീതിയിലും എന്നെ കിട്ടില്ല, സത്യത്തിൻ്റെ വഴിയിൽ മാത്രമേ ഞാൻ സഞ്ചരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വേദയുടെ അച്ഛൻ വീണ്ടും പലതും പറയും. അതൊക്കെ കേട്ടിട്ട് വേദ പറയും, ഞാൻ നിങ്ങളുടെ കൂടെ മടങ്ങി വന്നാൽ എല്ലാം തീരുമോ എന്നൊക്കെ ചോദിച്ച് വേദ ഇങ്ങനെ നടന്ന് കാറിൻ്റെ ഡോറ് വലിച്ച് തുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ഛനും ചേട്ടനും വിചാരിക്കും വേദ കാറിലേക്ക് കയറുകയാണെന്ന് വിചാരിക്കും. പക്ഷെ കാറിൻ്റെ ഡോർ അടച്ചുകൊണ്ട് വേദ പറയും, ഒരിക്കലും സത്യത്തെ ധിക്കരിച്ചുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല, എൻ്റെ വിക്രത്തിനെ ഞാൻ ഇറക്കി കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞ് വേദ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കമലവും നമ്മുടെ ശ്രീജിയും കൂടി അമ്പലത്തിൽ പോവുകയാണ്. അമ്പലത്തിൽ പോയി നമ്മുടെ വിക്രത്തിന് വേണ്ടിയുള്ള വഴിപാടുകളെല്ലാം ചെയ്യാണ്. വഴിപാടുകളെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരുമേനി പ്രസാദവും പൂവെല്ലാം നൽകിയ ശേഷം പറയും, നിങ്ങളുടെ മകൻ്റെ കൂടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത് പാർവതി ദേവി തന്നെയാണ്. അവന് ഏറ്റവും അവൻ്റെ നാളു പ്രകാരം ഇന്നിപ്പോൾ അവന് ദോഷങ്ങളാണെങ്കിലും കൂടെ കൂടിയ ആളുടെ നാളുകൊണ്ട് അവനിപ്പോൾ ഉയർച്ചകളാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒരിക്കലും ആ കുട്ടീനെ വേദനിപ്പിക്കരുത്, അവളെ കൈവിടാതെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം നിങ്ങളുടെ മകനോട് പറയണം എന്നൊക്കെ നമ്മുടെ പൂജാരി കമലത്തിനോടും ചേച്ചിയോടും പറയുകയാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പം നിറം മനസ്സും സന്തോഷം കൊണ്ട് നമ്മുടെ കമലത്തിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കമലവും ശ്രീജി അമ്പലത്തിൽ നിന്ന് മടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രം കോടതിയിലെത്താണ് കേട്ടോ. കോടതിയിലെത്തുമ്പോൾ നമ്മുടെ വിക്രത്തിനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ കൊണ്ടുവരും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വേദയുടെ ചേട്ടൻ ശ്രീനാഥ് ചെന്ന് നമ്മുടെ വിക്രത്തിനായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് വാക്ക് തർക്കമൊക്കെ ഉണ്ടാകുകയെന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടർ വന്നിട്ട് പറയും, നീ വല്ലാണ്ട് ഷോ കാണിച്ച് ഇതിൻ്റെയൊക്കെ പേരിൽ നിൻ്റെ കേസ് എടുക്കും, മിണ്ടാണ്ട് നിന്നോളാൻ പറയുകയാണ്. ആ സമയത്ത് നമ്മുടെ രാധയും വിക്രത്തിൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. രാധയെ കാണുമ്പോൾ തന്നെ വിക്രത്തിന് ദേഷ്യം വരും. ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നേ, ഇവളെ വേഗം പറഞ്ഞു വിടുന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ പോലീസുകാർ വേറെ നെഗറ്റീവ് പോലെ പറയും, നീ ഇപ്പോൾ ആരെ കൊണ്ടാണോ നടക്കണത്, നീ ആൾ കൊള്ളാലോടാന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രത്തിന് ദേഷ്യം വരും. വിക്രം അപ്പോൾ പോലീസുകാരന് വേണ്ടി നേരെ ചൂടാറും, വല്ലാണ്ട് കളിക്കണ്ട കേട്ടോ, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിന്നെയൊക്കെ എടുത്തോളാം എന്ന് പോലീസുകാരനോട് നമ്മുടെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. ആ നേരത്ത് നമ്മുടെ വിക്രത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ ഏൽപ്പിച്ച വക്കീൽ, ശ്രീനിസാറെ ഏൽപ്പിച്ച വക്കീൽ വരികയാണ്. വന്നിട്ട് പറയും, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിൻ്റെ കാര്യമൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം, നീ സമാധാനമായിട്ട് പോകുമെന്നൊക്കെ വിക്രത്തിനോട് വക്കീൽ പറയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് ആ വക്കീലും പോലീസുകാരനും നമ്മുടെ ശ്രീനാഥും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആ വക്കീലിന് കാശ് വാഗ്ദാനം ചെയ്ത് നമ്മുടെ വക്കീൽ ആ കേസിൽ നിന്ന് പിന്തിരിയാണ് കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് ഈ കേസ് വാദിക്കാൻ പറ്റില്ല, ഇത് ജാമ്യമില്ലാത്ത കേസാണ്, ഞാനിത് വാദിക്കില്ല വിക്രം എന്നൊന്നും വിചാരിക്കരുതെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വിക്രത്തിൻ്റെ കേസിൽ നിന്നും പിന്മാറിക്കൊണ്ട് ആ വക്കീലും അവിടെ നിന്ന് പോരുകയാണ്. ആ സമയത്ത് ശ്രീനിസാർ വക്കീലിനെ വിളിക്കും. വക്കീലിനെ വിളിച്ചിട്ട് പറയും, ഞാൻ ഈ കേസിൽ നിന്ന് പിന്തിരിയാണ്, എനിക്ക് പറ്റില്ല, ഇത് ജാമ്യമില്ലാത്ത കേസാണ്, ഇത് നാറ്റ കേസാണെന്നൊക്കെ ശ്രീനിസാറിനോട് വക്കീൽ പറയുകയാണ് കേട്ടോ. അപ്പോൾ ശ്രീനിസാർ വക്കീലിനെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ വക്കീൽ പറയും, ഇത് കോൾ റെക്കോർഡൊക്കെ ഉള്ള ഫോണാണ്, വേണ്ട, ഇലക്ഷനൊക്കെ വരികയാണ്, എന്നോട് കളിക്കാൻ നിന്നാൽ ചിലപ്പോൾ കളി മാറും എന്നൊക്കെ പറയാണ്. ശ്രീനിസാർ ഒന്നും മിണ്ടാണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ. കോടതി കൂടുമ്പോൾ കേസ് വിളിക്കും. കേസ് വിളിച്ച് കഴിയുമ്പോൾ നമ്മുടെ വിക്രത്തിനോട് ചോദിക്കുകയാണ്, നിൻ്റെ ഭാഗത്ത് വാദിക്കാൻ വല്ല വക്കീലും ഉണ്ടോ, വക്കീലില്ലെങ്കിൽ ഗവൺമെൻറ് വക്കീലിനെ വച്ച് തരണോ, പറയുക കാശില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ നമ്മുടെ ജഡ്ജി അദ്ദേഹം നമ്മുടെ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കോടതിയിലുള്ള മറ്റൊരു വക്കീലിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അപ്പോൾ മെസ്സേജ് വന്ന വഴിക്ക് തന്നെ വക്കീൽ പറയും, വിക്രത്തിൻ്റെ കേസ് വാദിക്കാൻ എൻ്റെ സീനിയർ വക്കീൽ ഇപ്പോൾ വരും, ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്
വേണമെന്ന് പറയണം. അപ്പോൾ എല്ലാവരും കൂടി ആകാംക്ഷയായിട്ട് നോക്കി നിൽക്കുമ്പോൾ വരുന്നത് നമ്മുടെ ദർശനാണ് കേട്ടോ. ദർശൻ വരുമ്പോൾ ആദ്യം നമ്മുടെ ജഡ്ജി അദ്ദേഹത്തിനും മകനൊക്കെ ഒരു ഷോക്കാവും. അതിൻ്റെ പുറകെ തന്നെയാണ് നമ്മുടെ വേദ കയറി വരുമ്പോൾ നമ്മുടെ വിക്രത്തിന് ഒരു പ്രത്യേകമായിട്ട് മുഖത്തൊരു ഭാവമാറ്റമൊക്കെ വരികയാണ് കേട്ടോ. അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന രാധയ്ക്കാണെങ്കിൽ ദേഷ്യവും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ദർശൻ വന്ന് നമ്മുടെ വിക്രത്തിന് വേണ്ടി വാദിക്കുകയാണ്. അങ്ങനെ വാദിക്കുമ്പോൾ ജഡ്ജി അദ്ദേഹം പറയും, എന്തായാലും ഇപ്പോൾ അവന് ജാമ്യം അനുവദിക്കാൻ പറ്റില്ല, 2 ആഴ്ച റിമാൻഡിലേക്ക് പോട്ടെ എന്നൊക്കെ നമ്മുടെ ജഡ്ജി അദ്ദേഹം പറയാണ്. അപ്പോൾ നമ്മുടെ ദർശൻ പറയുന്നുണ്ട്, ഇത് മറ്റേ കേസില്ലാത്തൊരു ഇതൊന്നുമല്ല, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കേസാണ്, ഇതിൻ്റെ പേരിൽ ജാമ്യം നൽകാൻ പറ്റില്ല എന്ന് പറയുന്നതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ നമ്മുടെ ദർശൻ്റെ വാദത്തിന് പുറമെ അവസാനം നമ്മുടെ വിക്രത്തിന് ജാമ്യം കിട്ടുകയാണ്. അങ്ങനെ നമ്മുടെ വിക്രത്തിന് ജാമ്യം കിട്ടി വിക്രമുമായിട്ട് നമ്മുടെ വേദ ഇറങ്ങി വരുന്ന ഒരു വരവൊക്കെ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.